സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ സമരം ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാവർക്കർമാരുടെ ന്യായമായിട്ടുള്ള പ്രതിഷേധം പലതരത്തിലും അതിനെ അടിച്ചമർത്താനുള്ള ഭരണകൂട ശക്തികളുടെയും സംഘടിത തൊഴിലാളി വർഗ സംഘടനകളുടെയും എല്ലാം നീക്കം കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പിന്തുണയോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഞാൻ എല്ലാവരോടും ആഗ്രഹിക്കുന്നത് ഈ സമരം കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഒരുപാട് രാഷ്ട്രീയം കാണേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ആശാവർക്കർമാർക്ക് കുട മാത്രമാണോ, ഒരു മുത്തം കൂടി കൊടുത്തോ എന്ന് ഇന്നലെ ഒരു ഇത്രയും സംസ്കാരമില്ലാത്ത ഒരുത്തൻ ഇന്നലെ പ്രസംഗിക്കുകയുണ്ടായി. അവനോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ആർക്കെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായ ഒരു മുത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആശാവർക്കർമാർക്ക് തന്നെ ആയിരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരു അശ്ലീലം കാണേണ്ട ആവശ്യമില്ല, ഒരു തെറ്റായ കാര്യം കാണേണ്ട ആവശ്യമില്ല. കേരളം ആശുപത്രിയിൽ കിടന്നപ്പോൾ, വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ, ക്വാറന്റൈനിൽ കിടന്നപ്പോൾ, കേരളം ഒന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ മുന്നിൽ നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിച്ചവരിൽ ആദ്യം എടുത്തു പറയേണ്ട പേര് ആശാവർക്കർമാരുടേതാണ്. അതുകൊണ്ട് അവർക്ക് മുത്തം കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. കേരളം ഒറ്റക്കെട്ടായി അവരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ആശാവർക്കർമാർ മാത്രമല്ല, അസംഘടിതരായിട്ടുള്ള പാവപ്പെട്ട തൊഴിൽ ചെയ്യുന്ന എല്ലാ മേഖലയിലും ഇത് തന്നെയാണ് സ്ഥിതി. അത് തൊഴിലുറപ്പ് തൊഴിലാളികളാവട്ടെ, അംഗൻവാടി ടീച്ചർമാരാകട്ടെ, ED പോസ്റ്റ്മാൻമാരാകട്ടെ, ആശാ വർക്കർമാരാകട്ടെ, കഴിഞ്ഞ 10 വർഷം മുമ്പ് അവർക്കുണ്ടായിരുന്ന ഓണർ എന്തായിരുന്നു, ഇപ്പോഴെന്താണ്? എല്ലാവരും പറയുന്നു കേന്ദ്രം കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇവർ വലിയ വിമർശനം ഇടതുവശം ഉന്നയിക്കുന്നത്. കേന്ദ്രം കൊടുക്കുന്നത് അല്ലാതെ വേറെ എന്ത് കാരണമാണ് കേരളത്തിൽ ആരോഗ്യ രംഗത്ത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്? ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്ന തുക എത്രയാ? ഈ പ്രാവശ്യം ബജറ്റിൽ നിങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാശ് എത്രയാ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ സർക്കാർ നടത്തിപ്പിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ്? പല മെഡിക്കൽ കോളേജുകളിലും മരുന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് ഈ വർഷം കേന്ദ്രം ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന തുക 16% അധികമാണ്. കേരളത്തിന് കിട്ടിയത് 16% അധികമാണ്. ഈ NHMന്റെ കാശ് അല്ലാതെ നിങ്ങൾ ഏത് കാശ് എടുത്തിട്ടാണ് ഇവർക്ക് ആശാവർക്കർമാർക്ക് 14-ന് മുമ്പ് 1000 രൂപയായിരുന്നു. അത് 2000-ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇനിയും വർദ്ധിപ്പിക്കണം. അതൊരു അവരുടെ ആവശ്യത്തോട് പൂർണ്ണമായിട്ടും അടിവരയിടുന്നു. ആശാവർക്കർമാരുടെ ഓണറേറിയം ഇനിയും വർദ്ധിപ്പിക്കണം. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി കളയുന്നതാണ് 2016 മുതലുണ്ടായിരുന്ന പ്രചരണം. ഒരു തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലാതാക്കിയിട്ടില്ല. ഞാൻ ആശാവർക്കർമാരുടെ സംഘടനയിൽപ്പെട്ടവരോട് വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, 5 കൊല്ലം 10 കൊല്ലം ED പോസ്റ്റ്മാൻമാരുടെ ശമ്പളം എത്രയായിരുന്നു? അംഗൻവാടി ടീച്ചർമാരുടെ ഓണറേറിയം എത്രയായിരുന്നു? തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി എത്രയായിരുന്നു? അതുകൊണ്ട് എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിട്ട് രക്ഷപ്പെടാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കേണ്ട. ഇന്ത്യയിൽ വേറെയും സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വേതന സേവന വ്യവസ്ഥിതികൾ അനുഭവിക്കുന്ന ആശാ വർക്കർമാർ ഇന്ത്യയിലുണ്ട്. നിങ്ങളത് മറന്നുപോകരുത്. കേരളം വളരെ അധികം ആരോഗ്യ മേഖലയിൽ മുമ്പോട്ട് പോയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. പല പാരാമീറ്ററിലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുമ്പിലാണ്. പക്ഷേ പുറകിൽ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ആശാ വർക്കർമാരെ, ഹെൽത്ത് വർക്കേഴ്സിനെയൊക്കെ കൂടുതൽ പരിഗണിച്ച് മുന്നോട്ട് വരുമ്പോൾ
മുന്നിൽ നിന്നിരുന്ന കേരളം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. അതിനാണ് സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയേണ്ടത്. പിന്നെ കണക്ക് കൊടുക്കാതെ കാശ് വൈകും. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട്. ഇവിടെ മന്ത്രി MLA ഗവൺമെന്റ് കൊടുക്കേണ്ട ന്യായമായ കണക്കുകൾ കൊടുക്കുക. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അടുത്ത വിയോജിപ്പുണ്ട്. ഒരു മാസം തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം കൊടുക്കുന്ന പിണറായി വിജയനാണ്. അതെന്ത് ന്യായമാണ്? വൈകിയാൽ കാരണം മോദി, ശരിയായി കിട്ടിയാൽ അതിന് നേരായി കിട്ടിയാൽ വർക്കർമാരും ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അവർക്കറിയാം എന്താണ് സത്യം. കേരളം ഒരു നയാ പൈസ കേരളത്തിന് കേന്ദ്രം അണപായി തീർത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഒരു ദുരഭിമാനവും ഞങ്ങൾക്കില്ല. 1 രൂപ കേരളത്തിന് കിട്ടേണ്ട കാശ് കേന്ദ്രം പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. പക്ഷെ കള്ളം പറഞ്ഞു വീണ ജോർജിനും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കൊള്ളരുതാത്തവരാണ്, അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഒരു MP പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് നിങ്ങൾക്ക് ഈ സമരത്തെ പരാജയപ്പെടുത്താനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇത്രയും ദിവസം കണ്ട സമരമായിരിക്കില്ല എന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യവും സമാധാനവും മര്യാദയും സഹിഷ്ണുതയോടും കൂടി ആ പാവപ്പെട്ടവർ സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇളക്കമെങ്കിൽ അതല്ലാത്ത സമരവും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെയും സമരങ്ങൾ വിജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. മഹിളാ മോർച്ചക്കാർ ഇന്ന് വന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിലൊരു രാഷ്ട്രീയ ദുരുദ്ദേശവും ഞങ്ങൾക്കില്ല. ഈ സമരം ന്യായമാണ്. ഇതുപോലെ അസംഘടിതരായിട്ടുള്ള, ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ പല മേഖലകളിലുമുണ്ട്. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഐക്യദാർഢ്യം ഉണ്ടാവും. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇവിടെ UDF-ന്റെ MLA-മാരൊക്കെ ഇരിക്കും. വേറെ വ്യാഖ്യാനം എന്നുള്ള കാര്യം മുട്ടുമടക്കിക്കാൻ തന്നെ ആ ജില്ലകളിലും എല്ലാ പ്രവർത്തകന്മാർ കൂടെ ഉണ്ടാകും. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ സാറിന്. നമ്മുടെ ബഹുമാന്യനായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി MLA-ക്ക് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുക. ഇവിടെ പ്രക്ഷോഭം നടത്തുന്ന നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭ സ്തംഭിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു വന്നത്. പറഞ്ഞ പോലെ ഇതിൽ UDF ഇല്ല, അതുപോലെ തന്നെ മറ്റ് കക്ഷി വിഷയങ്ങൾ ഒന്നുമില്ല. ആശാവർക്കർമാര്, ആശമാര് അവര് കേരളത്തിന്റെ കണ്ണീര് ഒപ്പിയവരാണ്. അതുകൊണ്ട് തന്നെ അവരെ കൂടെ ഞങ്ങളുണ്ട്. ശ്രീ PJ ജോസഫ്, അദ്ദേഹം ആരോഗ്യമൊന്നും വകവെക്കാതെ ഈ വെയിലത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള അനുഭവം പ്രകടിപ്പിക്കാനുള്ള ചെറിയൊരു ചടങ്ങുമായി ആണ്, ആ ക്ഷണമനുസരിച്ചാണ് ഞാനിന്ന് ഇവിടെ വന്നത്. അനുഭാവം പ്രകടിപ്പിക്കണമെന്നുള്ള പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് വന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ട്, ഒരു സംശയവും വേണ്ട. ഇത് പാവപ്പെട്ട